ധാർമ്മിക രംഗം നമ്മൾ ശ്രദ്ധിക്കുക. മക്കളോട് പറയാണ്, നിങ്ങൾക്ക് ഒരു ഉമ്മയും ബാപ്പിയും ഓരറിയാത്തൊരു ബന്ധം വേണ്ട. മനസ്സിലായില്ലേ? ഭാര്യ ഉമ്മയോടും ഉപ്പയോടും പറയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് തീർക്കാനുള്ള ആളാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്. അതിനപ്പുറത്ത് ഒരാളുമായിട്ട് ഇപ്പോൾ ഒരുപാട് മറ്റേ ക്ലാസ് ഗ്രൂപ്പുകളുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ ബാച്ച്, +2 ബാച്ച്. എന്നിട്ടിങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിലാണ് കുത്തിരിക്കല. എത്തപ്പനെ പണി, എത്തപ്പളയ പണി പറഞ്ഞാണ്ട് അല്ലേ? ഇതൊക്കെ ആരാണ്? അതൊക്കെ പണ്ടൊപ്പം പഠിച്ചിരുന്നിട്ട് കാര്യമല്ല. അത് അന്ധകാലം. അന്ന് എല്ലാവരും കുട്ടികളെ ഇനി അത് ഞങ്ങളൊപ്പം പഠിച്ച കുട്ടിയാണ്, ഇപ്പോഴും കുട്ടിയാന്ന വിചാരം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാണ്. അന്ന് നിർത്തിച്ച പ്രേമൊക്കെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് കുറെ സംഭവങ്ങളുണ്ട്. എത്ര ആൾക്കാർ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, എത്ര ആൾക്കാരെ പറ്റിച്ചു പോയി. ഇതൊക്കെ അന്ന് ഒപ്പം പഠിച്ചൊക്കെ അന്ന് അത്രയൊക്കെ മതി. ഓവറാ നിൽക്കണ്ട, കുടുംബം കലങ്ങും. മനസ്സിലായില്ലേ? ആകെ പ്രശ്നമാവും. അപ്പം ആ രംഗമൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹ് അനുവദിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭാര്യയും മക്കളും കുടുംബവും സന്തോഷത്തോടുകൂടെ ഇവിടെ കഴിയാൻ പറ്റും. നാളെ പടച്ചവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വലിയൊരു വാക്കുണ്ട്. അതെന്താ അറിയോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അതായത് സ്വർഗത്തേക്ക് ഇങ്ങനെ പോവും. ആരൊക്കെ അറിയോ? ബാപ്പ, ഉമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, കുടുംബസമേതം. ഇപ്പം നിങ്ങൾ പറയാം, ഈ വയനാട് കണ്ടില്ല, നിങ്ങൾ കയ്യിന്നാണ് ഒലിച്ചു പോയി കുട്ടി കയ്യിന്നാണ് ഒലിച്ചു പോയി. കയ്യിൽ പിടുത്തം കിട്ടിയിരുന്നു. ഒരു മാഷും ഭാര്യയും ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയായിരുന്നു. അവസാനം പെണ്ണുങ്ങളൊക്കെ റൂമിലാക്കി, സേഫായ ഒരു ഏരിയക്കാക്കി, ആണുങ്ങളൊക്കെ വേറെ ഭാഗത്തേക്കാക്കി. ഈ ഭാര്യയും ഭർത്താവും എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ഭാര്യനെ കാണാനില്ല. എത്ര വിഷമം ഉണ്ടാവും. പരലോകത്ത് ചെന്നിട്ട് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇവരൊക്കെ നമുക്ക് മിസ്സാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് അവരെ നമ്മുടെ സ്വർഗത്തിന്റെ വഴിയിൽ കൂടെ കൊണ്ട് നടക്കണം. നിസ്കാരത്തിനും ഇബാദത്തിനും പുണ്യത്തിനും ദഅവത്തിനും എല്ലാത്തിനും കൂടെ കൊണ്ട് നടന്ന് ഇതേ കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. പടച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കുക, ദീനിയായിട്ട് നല്ലോണം പഠിക്കുക, ഒരുമിച്ചിരുന്ന് ഒരുപാട് നല്ല ഉപദേശങ്ങൾ കേൾക്കുക. ഒരു യൂട്യൂബിലൊക്കെ എത്ര പ്രസംഗങ്ങളുണ്ട്. ഹുസൈൻ സലഫിന്റെ, ജബ്ബാർ മദീനിന്റെ, സിറാജുൽ ഇസ്ലാമിന്റെ, അല്ലേ? എത്ര ഇൽമാണ് ഒറ്റ പ്രസംഗത്തിൽ നിന്ന്, എത്ര ഇൽമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതൊക്കെ ഒരുമിച്ച് കേൾക്കാനും പഠിക്കാനും അങ്ങനെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തും തരും. അതിനുള്ളൊരു പരിശ്രമം നമ്മളെല്ലാവരും നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.